ഹോട്ടലുകളിലുള്ള ഭക്ഷണം ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ് നിയമം. പക്ഷെ പലരും ആ രീതി അവലംബിക്കുന്നില്ല. സാധാരണ ഉള്ള വെള്ളം കൊടുക്കുമ്പോൾ ഈ പലതിലും വെള്ളത്തിലൊക്കെ ഇതിൻ്റെ ബാക്ടീരിയ കലരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് വകുപ്പിൽ നിന്ന് കൊടുത്തുള്ള നിർദ്ദേശം ക്ലോറിൻ നിർബന്ധമായിട്ട് ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുക. ചില ഭാഗങ്ങളൊക്കെ ക്ലോറിൻ്റെ മണം പിടിക്കുന്നില്ല, സ്വാദ് പിടിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഈ രോഗം ഒരു നിപ പോലെ പടർന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞില്ല, ആലപ്പുഴയിൽ ആറന്മുളയിലൊക്കെ കണ്ട ഈ രോഗമാണ് ഇപ്പോൾ പെട്ടെന്ന് കോഴിക്കോട് വരികയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. ആദ്യത്തെ മരണമാണ് കേരളത്തിൽ ഈ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഈ പരിശോധന കർശനമാക്കുക. ഇതിലിപ്പോൾ ഈ ചില പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസ് ഉൾപ്പെടെ ഈ മത്സ്യമൊക്കെ ഇട്ട് വയ്ക്കുന്ന അതേ ഐസ് കുടിവെള്ളത്തിൽ ഐസ് വാട്ടർ ചോദിക്കുമ്പോൾ, തണുത്ത വെള്ളം ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അതും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഹോട്ടലുകളിൽ പ്രത്യേകിച്ച് വൃത്തിഹീനമായിട്ടുള്ള തട്ടുകടകൾ അത് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. എല്ലാ വെട്ടിക്കടകൾക്കും ഇത് ബാധകമല്ല. നല്ല രീതിയിൽ നല്ല അന്തരീക്ഷം നടത്തുന്ന ഒരുപാട് തട്ടുകടകളുണ്ട്. പല VIP അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് വൃത്തിഹീനമായ പ്രദേശങ്ങളിൽ ഈ തട്ടുകടകൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇടുന്നുണ്ട്, അതിൻ്റെ രോഗങ്ങൾ വേറെ. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ ഈ വയറിളക്കും ഇതൊക്കെ കണ്ട വിദ്യാലയത്തിൽ ഒരു കിണറുമുണ്ട്, ഒരു ബോർവെല്ലുമുണ്ട്. ബോർവെല്ലിലെ വെള്ളം പരിശോധിച്ചു, കുഴപ്പമില്ല. കിണറ്റിലെ വെള്ളത്തിൻ്റെ പരിശോധന റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സാമ്പിള്, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം, ഇതും കൂടെ പരിശോധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയുള്ള ഉത്തരവിൽ ഈ വിദ്യാലയങ്ങളിൽ ചെല്ലുമ്പോൾ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കാൻ, ക്വാളിറ്റി ഉറപ്പുവരുത്താം, പക്ഷെ അതിൻ്റെ ലൈസൻസ് ചോദിക്കരുത് എന്നൊരു നിർദ്ദേശം വന്നു. ഞങ്ങൾ ലൈസൻസ് ചോദിക്കുന്നില്ല, പക്ഷേ അവിടുത്തെ ശുചിത്വം ഉറപ്പാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കും. അതുകൊണ്ട് ഇതുപോലെ രോഗങ്ങളുടെ ഇത് ഏറ്റവും അധികം ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കൈകളിൽ കൂടെ പകരും. അതുപോലെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇവനെ ഈ ബാധിച്ച രോഗി, ഷിഗല്ല ബാധിച്ച രോഗി ഭക്ഷണം പാചകം ചെയ്താൽ അതും രോഗത്തിന് കാരണമെന്നാണ് ഈ എക്സ്പെർട്ട് കമ്മിറ്റി പറയുന്നത്, ഈ രോഗത്തിനെ കുറിച്ചുള്ള. അതുപോലെ തന്നെയാണ് ഈ മാലിന്യം കലർന്ന സ്രോതസ്സുകൾ, മലിനജലമുള്ള സ്രോതസ്സുകളിൽ നിന്ന് വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ചെയ്താൽ ഈ രോഗം പടരാം. ഇതിനിപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശുചിത്വം പാലിക്കുക. അതിപ്പോൾ ഹെൽത്തിന് മാത്രം കഴിയുന്നതല്ല, ലോക്കൽ ബോഡീസാണ് ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുക്കേണ്ടത്. അത് ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇത് എഴുതുന്നുണ്ട്. പിന്നെ കുടിവെള്ളം തിളപ്പിച്ചിട്ട് ഹോട്ടലുകൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറും പച്ചവെള്ളം കൊടുക്കരുത്. ഇതുപോലത്തെ പ്രദേശങ്ങളിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല ഭാഗത്തും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട്. അപ്പം അതുകൊണ്ട് ഈ പതിവായിട്ട് ക്ലോറിനൈസേഷൻ ചെയ്യാൻ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്വാദും സ്മെല്ലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ ഇത് ചെയ്തേ മതിയാവും, ക്ലോറിനൈസ് ചെയ്തേ മതിയാവും. പിന്നെ ഈ അതിൻ്റെ പ്രോട്ടോക്കോൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴുകാത്ത അസംസ്കൃത പഴങ്ങളും സലാഡുകളും കഴിക്കുന്ന ഒഴിവാക്കുക. അതൊക്കെ ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാനേ പറ്റൂ, അതനുസരിക്കേണ്ടത് ഉപഭോക്താക്കളാണ്. പക്ഷേ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും തട്ടുകടകളും
അതിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഇതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഞായറാഴ്ച ദിവസം തിരക്കിട്ട് പത്രസമ്മേളനം വിളിക്കാൻ കാരണം തന്നെ ഇതിൻ്റെ അലർട്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ വിജിലൻ്റായി മുന്നോട്ട് നീങ്ങണം. പിന്നെ ഇതോടൊപ്പം തന്നെ ഇവിടെ ചില ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇന്ന് കാലത്തെ പത്രത്തിൽ ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. കേരളത്തിലെ ആരോഗ്യരംഗം സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ആര് പറഞ്ഞു സ്വകാര്യവൽക്കരിക്കുന്നു? കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സ്വകാര്യവൽക്കരിച്ചാൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റുമോ സീറ്റിൽ? അങ്ങനെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ചിന്തിക്കാൻ കഴിയും? ഞാൻ ഇന്നലെ പറഞ്ഞത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളിൽ നവീകരണം, പുതിയ കെട്ടിടം പണിയാണ്. അതിന് ഈ CSR ഫണ്ട് ചെയ്യുന്നവർക്ക് വേറെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട. CSR ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ. അതല്ലാതെ ഇപ്പോൾ ധവളപത്രത്തിലെ റിപ്പോർട്ട് വെച്ചിട്ട് സർക്കാർ കെട്ടിടങ്ങൾ പണിയുന്നതിന് പരിമിതി ഉണ്ടാവും, സാമ്പത്തിക. കാരണം ഒന്ന്, ഇപ്പോൾ ഡോക്ടർമാരുടെ റേഷ്യോ കൂട്ടണം, അതിൻ്റെ ചെലവ് വരും. കടങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്, കോടികൾ പലതിനും കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ചില്ലറ പ്രയാസമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CSR ഫണ്ടുകളും സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളും അതിൻ്റെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തും. അതുപോലെ തന്നെ മറ്റൊരു ഫേക്ക് ന്യൂസ് വന്നത് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു അതും ഫേക്കാണ്. അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ മന്ത്രിസഭയിലോ UDFലോ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് സ്വകാര്യ മേഖലയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, കാരണം സ്വകാര്യ മേഖല യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് വിചാരിച്ച് സർക്കാർ മേഖലയ്ക്ക് അതുകൊണ്ട് ഒരു ക്ഷീണവും ഉണ്ടാവാതെ നോക്കേണ്ട ചുമതല ആരോഗ്യമന്ത്രിക്കുണ്ട്. സ്വകാര്യ ആശുപത്രിയോടൊപ്പം ഓടിയെത്തുക എന്നുള്ളതാണ് സർക്കാർ ആശുപത്രിയുടെ ചുമതല. അത് ആ ചുമതല നിർവഹിക്കേണ്ട ആരോഗ്യ വകുപ്പാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലത്തെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ ദയവായി പറയുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ആർക്കും എന്നോട് ചോദിക്കാം. ഈ മേഖല സ്വകാര്യവൽക്കരിക്കാനല്ല എന്നെ പാർട്ടി എന്നെ മന്ത്രിയാക്കിയിട്ടുള്ളത്, അത് മാത്രമേ പറയുന്നു. അല്ല, റെയ്ഡിനെ ഞാൻ പറഞ്ഞ ഫുഡ് സേഫ്റ്റിക്കാരോട് കർശനമായി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഏത് ഹോട്ടലും സംശയമുള്ള ചെക്ക് ചെയ്യുക. വൃത്തിയില്ലാത്ത തട്ടുകടകൾ ഇനി അത് അടപ്പിച്ചേ മതിയാവും, അല്ലെങ്കിൽ രോഗം പടർന്നു പിടിച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാം പരിശോധിക്കണമെന്നാണ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഇത് പരിശോധിക്കാതെ അസുഖങ്ങൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഫുഡ് സേഫ്റ്റി വകുപ്പ് മറുപടി പറയേണ്ടി വരും. ഞങ്ങളിപ്പോൾ അതൊരു ലോങ് റണ്ണായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നുണ്ട്. അത് കാരണം അത് നഗരസഭ, സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ ഇവരൊക്കെ ഒരു സംയുക്ത സംരംഭത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ മലിനീകരിക്കപ്പെട്ട നദികളും തോടുകളൊക്കെ ശുദ്ധീകരിക്കാനുള്ളൊരു മാസ്റ്റർ പ്ലാനുണ്ട്. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കറിയാലോ, ഒറ്റ ദിവസം കൊണ്ട് തീരില്ല, കാരണം വർഷങ്ങളായിട്ടുള്ള ഏർപ്പാടാണ്. അത് ശരിയാണ്. പണ്ട് പാർവതി പുത്തനാറിലെ ആൾക്കാർ മുങ്ങിക്കുളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ. ഇപ്പം അത് മാറി, പരിസരത്ത് നിൽക്കാൻ വയ്യ. അത് ഞങ്ങൾ ലോങ് റണ്ണിൽ നോക്കുന്നുണ്ട്. അല്ല, ഇത് ഞാൻ പറഞ്ഞത് പാർവതി പുത്തനാർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിലെ നദികളും ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാനുള്ള പദ്ധതികൾക്ക് ഗവൺമെൻറ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്ന് രൂപം നൽകുന്നുണ്ട്. അത് ലോങ് റണ്ണാണ്. പക്ഷെ ഇതിപ്പോൾ ഉള്ളത് ഈ രോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഈ ഇവിടെ നമ്മുടെ ആലപ്പുഴ, ആറന്മുള ഭാഗത്തൊക്കെ 123 പേർക്ക് രോഗം വന്നതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികളെയാണ് ഈ രോഗം വന്ന് അവിടെ അഡ്മിറ്റായത്. അതിൽ 2 പേര് ഡിസ്ചാർജ് ചെയ്തു. ഈ ഒരു കുട്ടി മരിച്ചു.
അത് ഇതുവരെയായിട്ട് കഴിഞ്ഞ ദിവസം വരെ കിട്ടിയത്. ഇത് ഞാൻ പറഞ്ഞൊരു ഒരാഴ്ച മുമ്പ് ഈ ഭാഗങ്ങളിൽ, അത് കോഴിക്കോടില്ല, ആറന്മുള അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളിലാണ് ഇത് ആദ്യം കാണുന്നത്. അപ്പോഴാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ഇത് പറഞ്ഞത്. ഏതാണ്ട് അന്നാണ് ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ്. ഇപ്പോൾ ഇത് വടക്കോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള നടപടികളുമായിട്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, ആശുപത്രിയിൽ പ്രവേശിക്കേണ്ട സമയത്തെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേകിച്ച ക്യാമ്പയിനോ? തീർച്ചയായിട്ടും അത് എല്ലായിടത്തും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏത് അസുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കാണിക്കുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഉഗാണ്ടയിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നു. ഈ എബോള എന്നുള്ള രോഗം ഉണ്ടല്ലോ, അത് വരുന്ന ഉഗാണ്ടയിൽ നിന്നാണ്. ഉഗാണ്ടയും ആസ്ട്രേലിയയും. ഒരു പേഷ്യൻ്റ് വന്നു ഒരു 2 ആഴ്ച മുമ്പ്. ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതാണ്. മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്. അയാൾ മലയാളിയാണ്. പക്ഷെ അയാൾക്ക് ഇവിടെ വന്നപ്പോൾ പനിയും വയറിളക്കും തുടങ്ങി. ഉടനെ അയാളെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ഇപ്പോൾ 21 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ പുറത്ത് വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. എബോളയുടെ ലക്ഷണങ്ങളിപ്പോൾ ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടത് മധ്യപ്രദേശിലും അവരും, പക്ഷേ സംശയമാണ്, സ്ഥിരീകരിച്ചിട്ടില്ല. ഉഗാണ്ടയുള്ള ഒരുപാട് മലയാളികളുണ്ട്. അവരോട് നാട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ 4 കേരളത്തിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലും മെഡിക്കൽ കോളേജുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുണ്ട്, അത് തയ്യാറാണ്. ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കേണ്ട ചുമതല വിദ്യാലയങ്ങൾക്കുണ്ട്. അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ചെയ്യണം. അത് ഞാൻ പറയാം, അതൊക്കെ പ്രാദേശികമായിട്ടുള്ള. ഇപ്പം ഞാൻ പറയാം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ എല്ലാ സർക്കാർ വിദ്യാലയങ്ങൾക്കും അവരാവശ്യപ്പെട്ട ഫണ്ട്, MLA ഫണ്ട് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇത് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരു അനോണിമസ് ലെറ്ററിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നമ്മുടെ PS നടരാജപിള്ള സ്മാരക ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ എൻ്റെ ഫസ്റ്റ് MLA ഫണ്ട് അവിടെയായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഡൈനിങ് ഹാൾ, നല്ലൊരു പാചകപ്പുരയില്ല. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 10 ലക്ഷം കൊടുത്തു 2011. ജനപ്രതികളുടെ കയ്യിലിപ്പോൾ ഒരു MLAക്ക് 6 കോടിയുണ്ട്, MP ക്ക് 5 കോടിയേ ഉള്ളൂ. അപ്പം അതൊക്കെ പൊതുമേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാം. ഞാനതാ ചെയ്തിട്ടില്ല. അതെല്ലാവരും മാതൃകയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ MLAമാരും. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് തറക്കല്ല് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു മാസ്റ്റർ പ്ലാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, മാസ്റ്റർ പ്ലാൻ ഇതുവരെ തയ്യാറാക്കി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ടീച്ചർ അന്നതിന് ശൈല ടീച്ചറുള്ളപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ തന്നിരുന്നു, പക്ഷെ അത് മുന്നോട്ട് പോയില്ല എന്ന്. പിന്നെ ഇത്തവണ അവർ തറക്കല്ലിട്ടു. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ വികസനം പ്രധാന ഘടകം തന്നെയാണ്. അതിനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും, ഒരു സംശയവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവസാനം, അതായത് UDF സർക്കാരിന്റെ കാലത്ത് അവസാനം 2 മെഡിക്കൽ കോളേജ് അങ്ങനെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞതിൽ മണ്ഡലത്തിൽ പറഞ്ഞത് ജനറൽ ആശുപത്രി, ഒപ്പം തന്നെ ഹരിപ്പാട്. അപ്പൊ അതിന്റെ പ്രോസസ് നടപടികൾ എങ്ങനെയാണ്? 100 വിദ്യാർത്ഥികൾക്കുള്ള അലോട്ട്മെന്റ് അന്ന് കഴിഞ്ഞ് അതൊക്കെ പോയി. അപ്പൊ അതിന്റെ വീണ്ടും തുടങ്ങണമല്ലോ. അങ്ങനെയാണ് അങ്ങയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. അതിന്റെ അത് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം പറയാത്ത, ബഡ്ജറ്റിൽ അതിന്റെ പ്രപ്പോസൽ ഉണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം പറയാത്തത്. അതുണ്ടാവും. പറഞ്ഞ വാക്കുന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പിനായിട്ട് വരുന്ന നിരവധി പേര് വളരെയധികം ബുദ്ധിമുട്ടുകൾ. അവർ ചെറിയൊരു എമൗണ്ട് അവർക്കൊരു പബ്ലിക്കായിട്ട് എന്തെങ്കിലും. ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറയുന്നത്. ഈ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം മെഡിക്കൽ കോളേജുകളിൽ തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഈ നിലത്ത് കിടക്കുന്നത് ഒഴിവാക്കണം എന്നാണ്. അത് ഒഴിവാക്കണമെങ്കിൽ എങ്ങനെ? നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. തെക്കൻ ഭാഗത്ത് ഈ പാറശാല, ഇപ്പം ഇവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്. ഈ തെക്കൻ ഭാഗത്ത് നെയ്യാറ്റിൻകരയിൽ പാറശാല ഒരു മെഡിക്കൽ കോളേജ് വിഭാവന ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം ആലോചിച്ചിട്ടില്ല. ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്.
അല്ല, അവിടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും കൂടുതൽ സൗകര്യപ്രദമായി വികസിപ്പിക്കുക. മെഡിക്കൽ കോളേജ് അവസാനത്തെ ഒരു അത്താണിയേക്ക് മാറ്റണം. അതാണ് മുമ്പ് 1980 വക്കം വിശ്വനാഥൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റഫറൽ ആശുപത്രിയാക്കി. ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കുമെന്ന് പറഞ്ഞത് അതിൻ്റെ ഞാൻ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ അടുത്ത ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിശദാംശങ്ങൾ പറയാത്തത്. അത് ബഡ്ജറ്റിലുണ്ടാവും. എങ്ങനെ? അങ്ങനെ ഒരു സ്റ്റാൻഡൊന്നും ഗവൺമെൻറ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു പിരിച്ചുവിടലൊന്നുമില്ല. കരാറ് ഏതിൻ്റെ കരാറ്? അവർക്ക് 3 മാസത്തേക്കും കൂടെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അല്ല, പുതുക്കാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് 3 മാസത്തേക്ക് തൽക്കാലം നീട്ടി കൊടുത്തിട്ടില്ല. ബാക്കി കാര്യങ്ങളൊന്ന് പരിശോധിച്ചിരിക്കുക. ഈ ഒരു ആരോപണത്തിന്റെ നേഴ്സസ് യൂണിയന്റെ ആരോപണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഇടതുപക്ഷം പ്രത്യേകിച്ച് LDF പറഞ്ഞിരുന്നത് പൊതുജന ആരോഗ്യത്തെ സംബന്ധിച്ച് അതിന്റെ വിലയിടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് UDF വലിയ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒപ്പമാണ് ഈ 5 ഗ്യാരണ്ടിയിൽ 25 ലക്ഷം രൂപയുടെ ഈ കുടുംബ ഇൻഷുറൻസ് പറയുന്നത്. സ്വാഭാവിക ജനത്തിനൊരു ചിന്ത വരാം, ഇത് ഈ ഇൻഷുറൻസ് ലഭിച്ചാൽ അത് കൂടുതൽ അതിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കുക പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലായിരിക്കും. ആ ആരോപണം അത് റെസ്റ്റ് ചെയ്യുന്ന തരത്തിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഞാൻ അതാണ് പറഞ്ഞത്. അതിന്റെ മാനദണ്ഡം ഞങ്ങൾ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇത് ഇൻഷുറൻസ് കൊടുക്കാതെ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടിയിൽ ജൂൺ 15 മുതൽ KSRTCയിൽ ഫ്രീ എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. മറ്റുള്ളതിൻ്റെ കുറച്ചുകൂടെ ചർച്ച ചെയ്യേണ്ട ഏത് രീതിയിൽ വേണം. നിങ്ങൾ ഈ പറഞ്ഞ അങ്ങനത്തെ ഒരാശങ്കയ്ക്ക് അവകാശമില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാരൻ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമ്പന്നർക്ക് ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ അവർക്ക് ഇതൊക്കെയുണ്ട്. നേരെ സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രികളാണ്. പിന്നെ ഒരു കാര്യം, എല്ലാ കാലത്തും ആര് ഭരിച്ചാലും ഒരു ലോബി പ്രവർത്തിക്കും സർക്കാർ മേഖലയെ തരം താഴ്ത്താൻ. അത് കഴിഞ്ഞ 10 വർഷമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഏർപ്പാടുണ്ട്. ഇപ്പോഴും അതുണ്ട്. അതിനെ നിരുത്സാഹപ്പെടുത്തുക. എങ്ങനെ? എല്ലാ കാലത്തും ഉണ്ട് ഈ ലോബികൾ പ്രവർത്തിക്കുന്നത്. അതിന് ഒരു സർക്കാരിനെ മാത്രം പറയണ്ട. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. സർക്കാർ മേഖല സംരക്ഷിക്കണം. ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് കണക്കാക്കുക. അപ്പോൾ ഏതാ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജിലെ ഒരു പേഷ്യന്റുള്ള 8-10 പേരാണ് വരുന്നത്. അവരുടെ അക്കോമഡേഷൻ അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഞാൻ അക്കോമഡേഷൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇക്കാര്യത്തിൽ ഉണ്ടാക്കും. ഞാൻ വന്നിട്ട് ആകെ 2 ആഴ്ചയായിട്ടുള്ളൂ, ഓർക്കണം. 2 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. അതാണ് പറഞ്ഞത്. അത് ഈ പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ പരിഹരിക്കുക. അല്ല, അത് ഞാൻ പറഞ്ഞു, അത് ഞങ്ങളൊരു ഗവൺമെൻറ് പ്രധാന അജണ്ടയാണ്. ഞങ്ങൾ അതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഇല്ല, അതല്ല ഞാൻ പറയാം. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് ഇത് പ്രധാനമായിട്ടുണ്ടാവുക. ഈ വൃത്തികെട്ട പ്രദേശങ്ങളിൽ നിന്നും ഇത് കുടിക്കുമ്പോൾ അത് ബാധിക്കും. അതിനങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല. അല്ല, ക്ലോറിൻ ഉപയോഗിച്ചാൽ ഈ ഇതിനെ ഇതാക്കാൻ പറ്റും. ക്ലോറിൻ ശരിയാണ്, ചിലർക്ക് ക്ലോറിൻ്റെ മണം പിടിക്കില്ല, ചിലർക്ക് കുടിക്കുമ്പോൾ പറയാം. പക്ഷേ അതില്ലെങ്കിൽ മറ്റേ വെള്ളം കുടിച്ചാൽ ഉള്ള രോഗം വന്ന് ചാവണം. അല്ല, അതിനെക്കുറിച്ച് ആ പ്രശ്നം പരിഹരിച്ചല്ലോ, പരിഹരിച്ചു. അല്ല, അത് ആ പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഇതുപോലത്തെ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കും. ശരിയാ പോരെ? ആ, ഞാൻ അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ട്. ജംഗ്ഷൻ വികസനത്തിന് അടുത്ത ആഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.